ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഈ രാജ്യത്ത് വന്ന് നിൽക്കുമ്പോൾ, ഞാനിപ്പോൾ UK ഇവിടെ നിൽക്കുമ്പോൾ ഒരു വചനം ദൈവം സന്ദേശം തരിക. നിയമാവർത്തന പുസ്തകത്തിൽ 8-ാം അധ്യായം 12-ാമത്തെ തിരുവചനം: നിങ്ങൾ ഭക്ഷിച്ച് തൃപ്തരാകുകയും നല്ല വീടുകൾ പണിത് അതിൽ താമസിക്കുകയും നിങ്ങളുടെ ആടുമാടുകൾ പെരുകുകയും നിങ്ങളുടെ സ്വർണവും വെള്ളിയും വർദ്ധിക്കുകയും മറ്റ് സകലതിലും നിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാകുകയും ചെയ്യുമ്പോൾ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചു കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ വിസ്മരിച്ചു പോകരുത്, നിങ്ങൾ മറക്കരുത്. സമൃദ്ധി വരുമ്പോൾ നീ ദൈവത്തെ ഉപേക്ഷിക്കരുത് സണ്ണി. നീ ചോദിച്ച കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുമ്പോൾ, നിൻ്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കഴിയുമ്പോൾ, നിൻ്റെ പ്രാർത്ഥനകളെല്ലാം അവിടുന്ന് ശ്രവിച്ചു കഴിയുമ്പോൾ, ഇന്നലെ മരിച്ചു പോകേണ്ട നീ ഇന്ന് തമ്പുരാൻ്റെ സന്നിധിയിൽ നിൽപ്പുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കാരുണ്യ. ദൈവം നമുക്ക് വേണ്ടി ഒത്തിരി പ്രവർത്തിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. ഒന്ന് ഓർത്തു നോക്കിക്കേ. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായി ദൈവം നമ്മൾ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇന്ന് അനേകർ പ്രിയമക്കൾ, എനിക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർച്ചയുണ്ടാകുമ്പോൾ, നമ്മുടെ ജീവിതത്തിലെ തകർച്ച മാറുമ്പോൾ, ആ കണ്ണുനീരും ദുഃഖവും ഒക്കെ ദൈവം എടുത്തു മാറ്റുമ്പോൾ, മറ്റുള്ളവരുടെ മുമ്പിൽ നാണക്കേടില്ലാതെ ജീവിക്കാനുള്ളൊരു അനുഗ്രഹം ദൈവം നിനക്ക് തരുമ്പോൾ, നിൻ്റെ പട്ടിണി മാറുമ്പോൾ, നിൻ്റെ കഷ്ടപ്പാട് മാറുമ്പോൾ, പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഞാനും നമ്മളിൽ ചിലരും അനുവർത്തിച്ചു പോകുന്ന ഒരു പ്രക്രിയയാണ് ദൈവത്തെ മറക്കുക, ദൈവത്തെ ഉപേക്ഷിക്കുക. പണ്ട് കാലത്ത് ദൈവം ചെയ്തതെല്ലാം മറന്നു പോവുക. എത്രയോ അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് ചെയ്തിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് കർത്താവ് ഇന്നിങ്ങനെ ഒരു വചനം പറഞ്ഞ്, നിങ്ങൾ ഭക്ഷിച്ച് തൃപ്തരാകുകയും നല്ല വീടുകൾ പണിത് അതിൽ താമസിക്കുകയും നിങ്ങളുടെ ആടുമാടുകൾ പെരുകുകയും നിങ്ങളുടെ സ്വർണവും വെള്ളിയും വർദ്ധിക്കുകയും മറ്റ് സകലതിലും നിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാകുകയും ചെയ്യുമ്പോൾ, നിങ്ങളൊന്ന് ഓർക്കണം, ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചു കൊണ്ടുവന്നൊരു ദൈവമുണ്ട്, ആ വഴി നടത്തിയൊരു ദൈവമുണ്ട്, ആ സൗഖ്യം തന്നൊരു കർത്താവുണ്ട്, ആ പട്ടിണി മാറ്റിയൊരു ദൈവമുണ്ട്, ആ നാണക്കേട് മാറ്റിയൊരു ഈശോ ഉണ്ട്. ആ ഈശോയെ ഒരിക്കലും ഉപേക്ഷിക്കരുത് എന്ന് ദൈവം ആവശ്യപ്പെടാം. വേദനയോടെ ദൈവം പറയുക. തമ്പുരാൻ്റെ ഏറ്റവും വലിയ വേദന അത് തന്നെ പ്രിയപ്പെട്ടവരെ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ കേട്ടില്ലേ, 1-ാം അധ്യായം 2-ാമത്തെ തിരുവചനം: ആകാശമേ ശ്രവിക്കണം, ഭൂതലമേ ചെവി തരണം, ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരെന്നോട് മത്സരിക്കുക. എന്നിട്ട് കർത്താവ് പറയുക, ഒരു കാളയ്ക്ക് പോലും അതിൻ്റെ ഉടമസ്ഥനെ അറിയാം, ഒരു കഴുതയ്ക്ക് അതിൻ്റെ യജമാൻ്റെ തൊഴുത്തറിയാം, പക്ഷെ എൻ്റെ മക്കൾക്ക് എന്നെ അറിയില്ല. ദൈവത്തെ വിട്ടുപേക്ഷിക്കുന്നത് ഏറ്റവും വലിയ പാപം പ്രിയപ്പെട്ടവരെ. ദൈവത്തിൽ നിന്ന് ഓടി അകലുന്നത് ഏറ്റവും വലിയ പാപം. ഈ ദൈവത്തിൽ നിന്ന് ഓടി അകലുമ്പോൾ ധൂർത്തപുത്രന് സംഭവിച്ച പോലെ, ഇതാ ധൂർത്തപുത്രൻ ആ പിതാവിൽ നിന്ന് ദൂരേക്ക് പോയപ്പോൾ അവിടെ തകർച്ച കാത്തിരുന്നു ധൂർത്തപുത്രന്, അവിടെ പന്നിക്കുഴി കാത്തിരുന്നു, അവിടെ പട്ടിണിയും ദാരിദ്ര്യവും കാത്തിരുന്നു. അവസാനം എന്തുണ്ടായി പ്രിയപ്പെട്ടവരെ? അവൻ അവിടെ വെച്ച് സുബോധത്തോടെ ഓർത്തു എൻ്റെ അപ്പൻ്റെ സ്നേഹത്തെക്കുറിച്ച്. അവൻ തിരിച്ചു വന്നു. ആ അപ്പൻ അവന് സമൃദ്ധി കൊടുത്തു, അനുഗ്രഹം കൊടുത്തു, ആവശ്യമുള്ളതെല്ലാം നൽകി പ്രിയപ്പെട്ടവരെ. ഇതുപോലെ നമ്മളും ഒരു കാലത്ത്, ഞാനും നിങ്ങളിൽ പലരും, ആ തകർന്ന് തരിപ്പണമായപ്പോൾ, കടബാധിതയാൽ വേദനിച്ചപ്പോൾ, അസ്വസ്ഥതയാൽ വീർപ്പ് മുട്ടിയപ്പോൾ, ആ രോഗപീഠകളും പ്രശ്നങ്ങളും ആ കേസും അസ്വസ്ഥതയൊക്കെ വന്നപ്പോൾ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, ദൈവം രക്ഷിച്ചു. എന്നാൽ ഇന്ന് ദൈവം പറയുക, നീ എന്നെ ഉപേക്ഷിച്ചു. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ വീണ്ടും പറയാണ്, ജെറമ്യാ 15:6: നീ എന്നെ ഉപേക്ഷിച്ചു, നീ എനിക്ക് പുറംതിരിഞ്ഞു, ഞാൻ നിന്നോട് ദയ കാണിച്ച് മടുത്തു. നീ എന്നെ ഉപേക്ഷിച്ചു, നീ എനിക്ക് പുറംതിരിഞ്ഞു, ഞാൻ നിന്നോട് ദയ കാണിച്ച് മടുത്തു. എന്തോരം കരുണയെ കാണിച്ച പ്രിയപ്പെട്ടവരെ, എന്തോരം നമ്മൾ രക്ഷിച്ച്. ആ ആക്സിഡൻറ്റിൽ നീ ചത്തുപോകേണ്ടതല്ലായിരുന്നു. ആ ആത്മഹത്യക്ക് വേണ്ടി നീ ശ്രമിച്ചപ്പോൾ ദൈവം ഒന്ന് കൈവിട്ടിരുന്നെങ്കിൽ ഇന്ന് നീ വചനം കേൾക്കോ? കുറേ രക്ഷിച്ചു തമ്പുരാൻ, നിൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചു. എന്നാൽ ഇന്ന് ചെറിയൊരു വേദന വന്നപ്പോൾ, ഒരു പ്രശ്നം വന്നപ്പോൾ, വീണ്ടും ഒരു അസ്വസ്ഥ വന്നപ്പോൾ നിൻ്റെ സംശയം വന്നു, ദൈവം ജീവിച്ചിരിപ്പുണ്ടോ, ദൈവമുണ്ടോ?
ഞാൻ ഈ വിശ്വസിച്ചിട്ടൊക്കെ വല്ലതും കിട്ടുമോ? ഇത് സത്യമാണോ? പ്രിയ ജനമേ, സ്നേഹബഹുമാന ദൈവമക്കളെ, ദൈവത്തിൻ്റെ സ്നേഹവാചനങ്ങളെ ഇന്നും ജീവിക്കുന്ന ഈശോ ഒരിക്കലും മറക്കരുത് കേട്ടോ. പക്ഷെ ഒരു കാര്യം നിർബന്ധം, ഒരു കാര്യം കട്ടായമായിട്ട് പറയുക, ദൈവം നമ്മളെ മറക്കില്ല പ്രിയപ്പെട്ടവരെ. കർത്താവ് ഒരിക്കലും മറക്കില്ല. ഞാൻ ഇന്ന് ഈ UK മണ്ണിൽ നിൽക്കുമ്പോൾ എൻ്റെ ഹൃദയം നിറഞ്ഞിട്ട് ഞാൻ പറയണേ, ജീവിക്കുന്ന ദൈവം നമ്മളെ ഒരിക്കലും മറക്കില്ല. ഈശോ ഒരു പാവ പ്രിയമക്കളെ. ഇതിനുള്ളൊരു തെളിവായിട്ടുള്ളൊരു വചനം ഏതാണെന്നോ? സങ്കീർത്തന പുസ്തകം 137:5. ജെറുസലേമേ, ഞാൻ നിന്നെ മറക്കുന്നുവെങ്കിൽ എൻ്റെ വലതുകരം എന്നെ മറന്നോട്ടെ. ജെറുസലേമേ, ഞാൻ നിന്നെ ഓർമ്മിക്കുന്നില്ലെങ്കിൽ, ജെറുസലേമിനെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷത്തെക്കാൾ വിലമതിക്കുന്നില്ലെങ്കിൽ, എൻ്റെ നാവ് എൻ്റെ അണ്ണാക്കിൽ ഒട്ടിപ്പോകട്ടെ. കട്ടായമായിട്ട് പറയുക ഒരു ദൈവം, ഒരു സൃഷ്ടാവ് കട്ടായം പറയാണ്, എൻ്റെ നാവ് എൻ്റെ അണ്ണാക്കിൽ ഒട്ടിപ്പോയിക്കോട്ടെ, എന്നാലും ഞാൻ പറയുന്ന സത്യ, ഞാൻ നിങ്ങളെ മറക്കില്ല. ജെറുസലേം നിവാസികളെ, ദൈവത്തിൻ്റെ പൊന്നുമക്കളെ, ജെറുസലേമേ, ഞാൻ നിന്നെ മറക്കുന്നുവെങ്കിൽ എൻ്റെ വലതുകരം എന്നെ മറന്നോട്ടെ. ഞാൻ നിന്നെ ഓർമ്മിക്കുന്നില്ലെങ്കിൽ, ഞാൻ നിന്നെ ഏറ്റവും വലിയ സന്തോഷത്തെക്കാൾ വിലമതിക്കുന്നില്ലെങ്കിൽ, എൻ്റെ നാവ് എൻ്റെ അണ്ണാക്കിൽ ഒട്ടിപ്പോകട്ടെ. എൻ്റെ പ്രിയജനമേ, തമ്പുരാൻ്റെ മുമ്പിൽ മാത്രമേ ഈ സ്നേഹം ലഭിക്കാൻ നമുക്ക്. മനുഷ്യനൊക്കെ പരിധി ഉണ്ടെന്നേ. മനുഷ്യനൊക്കെ എല്ലാ മനുഷ്യരും ഒരു വര വരച്ചിട്ടുണ്ട്, അതിനപ്പുറത്തേക്കൊന്നും പോവില്ലെന്നേ. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം അത് ഒരിക്കലും അസ്തമിക്കില്ല. അത് ഓരോ പ്രഭാതത്തിലും പുതിയതാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിൻ്റെ മനസ്സ് തളരരുത്. നീ ഇങ്ങനെ നെടുവീർപ്പെട്ടുകൊണ്ട് ജീവിക്കരുത്. നീ ഇങ്ങനെ അസ്വസ്ഥനും അസ്വസ്ഥയുമാകരുത്. ആര് മറന്നാലും നിന്നെ മറക്കാത്തൊരു തമ്പുരാൻ ഞാനുണ്ട് നിനക്ക് വേണ്ടി. കട്ടായം പറയുന്ന വചനം ഹൃദയത്തിൽ എഴുതി വെച്ചോളോ. ജെറുസലേമേ, ഞാൻ നിന്നെ മറക്കുന്നുവെങ്കിൽ എൻ്റെ വലതുകരം എന്നെ മറന്നോട്ടെ. ഞാൻ നിന്നെ ഓർമ്മിക്കുന്നില്ലെങ്കിൽ, ജെറുസലേമിന് എൻ്റെ ഏറ്റവും വലിയ സന്തോഷത്തേക്കാൾ വിലമതിക്കുന്നില്ലെങ്കിൽ, എൻ്റെ നാവ് എൻ്റെ അണ്ണാക്കിൽ ഒട്ടിപ്പോകട്ടെ. എൻ്റെ നാവ് എൻ്റെ അണ്ണാക്കിൽ ഒട്ടിപ്പോകട്ടെ. കട്ടായം പറയുന്നൊരു ദൈവം. നമുക്ക് വിശ്വസിക്കാം ആ ദൈവത്തിൽ ശരണപ്പെടാം. കർത്താവ് നമ്മളെ തള്ളിക്കളയില്ല, ദൈവം നമ്മളെ ഉപേക്ഷിക്കില്ല. നമുക്കൊന്ന് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം, കൈകൾ കൂപ്പാം ഈശോയുടെ മുമ്പിൽ. ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കാൻ തിരിച്ചു വരാം. ജെറമിയ 8:4, വീണവൻ എഴുന്നേൽക്കുകയില്ലേ, വഴിതെറ്റി അവൻ തിരിച്ചു വരാതിരിക്കുമോ? എന്തുകൊണ്ടാണ് ഈ ജനം ഒടുങ്ങാത്ത മത്സരത്തോടെ എന്നോട് മറുതലിക്കുന്നത്? വീണിട്ടുണ്ടോ? എഴുന്നേൽക്കാം. വഴിതെറ്റിയിട്ടുണ്ടോ? തിരിച്ചു വരാം. കർത്താവിനോട് പറയാം, മാപ്പ് തരണേ. തിന്മയ്ക്ക് വിട്ടുകൊടുക്കരുത് ദൈവമേ. പിശാച് എന്നെ കാണാതിരിക്കട്ടെ. അങ്ങയുടെ ഹൃദയത്തിൻ്റെ ആ നിറവിൽ എനിക്ക് സംരക്ഷണം തരണമേ. അങ്ങയുടെ തിരിച്ചോരയുടെ കോട്ട കെട്ടി എന്നെയും എൻ്റെ കുടുംബത്തെയും സംരക്ഷിക്കണമേ. കർത്താവെ, ഇനി അങ്ങയെ വേദനിപ്പിക്കാനോ ഇനി അങ്ങയെ മറക്കാനോ ഇടവരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉള്ളു നിറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ, സങ്കടത്തോടെ പ്രാർത്ഥിക്കട്ടെ. നിൻ്റെ ദൈവം നിന്നെ തൊടട്ടെ. നിൻ്റെ കർത്താവ് എല്ലാം അറിയുന്നുണ്ട്. നീ എന്തിനാ വിഷമിക്കുന്നത്? നിന്നൊരിക്കലും മറക്കില്ല ദൈവം. നീ മറന്നു പോയിട്ടുണ്ടെങ്കിൽ, നീ തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ, നിൻ്റെ ഭക്തി കുറഞ്ഞു പോയോ, പ്രാർത്ഥന കുറഞ്ഞു പോയോ, മാപ്പ് ചോദിക്ക്. വീണ്ടും ഒരു അഭിഷേകത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവെ, ഈ രാജ്യത്തിലുള്ള നാനാജാതി മതസ്ഥരായ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആരും നശിച്ചു പോകരുത് ദൈവമേ. കുടുംബങ്ങൾ ശിഥിലമാകാതിരിക്കട്ടെ. കുടുംബങ്ങളിൽ അഭിഷേകം നിറയട്ടെ. ഭാര്യയും ഭർത്താവും വിശ്വസ്തയോടെ സ്നേഹിക്കാനുള്ള കൃപ നിറയട്ടെ. മക്കളിലേക്ക് ആനന്ദം ഒഴുകട്ടെ, വിശുദ്ധി നിറയട്ടെ, ദൈവഭക്തി വർദ്ധിക്കട്ടെ. പ്രഭാഷകൻ 2:10, കഴിഞ്ഞ തലമുറകളോട് ചോദിക്കുവിൻ, കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശനായിട്ടുള്ളത്? കർത്താവിൻ്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായിട്ടുള്ളത്? ദൈവത്തോട് നിലവിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടിട്ടുള്ളത്? കർത്താവ് ആർദ്ര ഹൃദയനാണ് കേട്ടോ, കരുണാമയനാണ്. ആ ദൈവത്തിൽ ആശ്രയിച്ചോ. നിൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കട്ടെ. ഈ സമയം എൻ്റെ കുടുംബത്തിലേക്ക് വരണേ. എൻ്റെ രോഗപീഠകൾ മാറ്റണേ.
എൻ്റെ അസ്വസ്ഥതകൾ മാറ്റണേ. സമൃദ്ധി ലഭിച്ചപ്പോൾ ഞാൻ നിന്നെ മറന്നുപോയി ദൈവമേ, ക്ഷമിക്കണേ കർത്താവേ. പരിശുദ്ധ അമ്മയുടെ മകനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുരക്തത്തിൻ്റെ പ്രൊട്ടക്ഷൻ കൊടുക്കണമേ. പരിശുദ്ധ അമ്മ മധ്യസ്ഥം വഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്ക് നമ്മളും ലോകം മുഴുവനും യോഗ്യരായി തീരുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.